നമുക്കിവിടെ വേണ്ടത് ജാതിയോ മതമോ പാർട്ടിയോ ഒന്നുമല്ല, മനുഷ്യത്വമാണ്. മനുഷ്യനെ മനസ്സിലാക്കി നമ്മൾ നമ്മളെ കൂടെ ചേർത്ത് പിടിക്കുക. അത്ര അതാണ് ഇവിടെ വേണ്ടത്. അല്ലാതെ അപ്പൊ ഹിന്ദു ആണ് അല്ലെങ്കിൽ ഇവ മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തല്ലേ വേണ്ടത്. ഈ ജാതി മതമൊക്കെ ആരുണ്ടാക്കിയത്? മനുഷ്യന്മാരനാണ് അല്ലെ? വിശന്നാല് ആ വയറ് ചോദിക്കുവോ നീ ഹിന്ദു ആണോ, നീ മുസ്ലിം ആണോ, നീ ക്രിസ്ത്യാനിയാണോ? ആ വയറ് ചോദിക്കുവോ? ഒരിക്കലുമില്ല. ആര് തന്നാലും നമ്മളെ വയറിറച്ചി കഴിക്കും. ശരിയല്ലേ? അപ്പൊ ഈ നമ്മള് ജീവിക്കുന്നത് ദൈവത്തിന്റെ കേരളത്തിലാണ്. എന്താണോ ഭയങ്കര സങ്കടമാണ്. രാവിലെ എണീച്ചപ്പോ തന്നെ ഓരോരുത്തരെ കുറേ മെസ്സേജുകൾ എനിക്ക് വന്നിരുന്നു. ഞാൻ പോലും അറിയാത്ത, എന്നെ പോലും അറിയാത്ത ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു ഡേ ആണ്. കാരണം എന്ത് സംഭവിച്ചാല് നമ്മുടെ ഡൽഹിയില്, നമ്മുടെ ഇന്ത്യയില്, അല്ലാതെ ഒരാൾ ഇന്ത്യ എന്നല്ല, നമ്മുടെ എല്ലാവരും ഇന്ത്യയില് നടക്കുന്നൊരു സംഭവം. ഡൽഹിയില് ഇത്രയും 10,000-കണക്കിന് സ്റ്റുഡൻസിനെ തല്ലി ഓടിയെത്തുക. എന്തിന്? അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? അല്ലെങ്കിൽ അവരാണോ ഇത് ചെയ്തത്? ഒരിക്കലുമല്ല. ഏതോ 2 പേര് അവര് സുഖമായിട്ട് അവിടെ ഇരിക്കുക. തല്ല് കിട്ടുന്ന ഈ 10,000-കണക്കിന് ജനങ്ങൾക്ക് ഇത് എവിടുത്തെ ന്യായം? ഞാനിതിപ്പോ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ സംസാരിച്ചിട്ടും കാര്യമില്ല. എന്റെ അക്കൗണ്ട് പോകണമെങ്കിൽ പൊക്കോട്ടെ. കാരണം വെച്ചാൽ എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടാണ് ഞാൻ ഈ ലെവലിൽ വരെ എത്തിയിട്ടുള്ളത്. അങ്ങനത്തെ അക്കൗണ്ട് പോവാണെങ്കിൽ പൊക്കോട്ടെന്നേ വിചാരിക്കുള്ളൂ. ചിലപ്പോൾ എന്നെ ബാൻ ചെയ്യാം, ചിലപ്പോൾ RSS വന്ന് തന്നെ തെറി വിളിക്കാം. വിളിച്ചോട്ടെ, വിളിക്കാൻ പറ്റുന്നിടത്തോളം വിളിക്കട്ടെ. എന്താ പറയാ വെച്ചാലേ, പോലീസുകാരല്ല അല്ലെങ്കിൽ മറ്റുള്ള അധികാരികളല്ല നമ്മൾ തല്ലുന്നത്, BJP-ക്കാർ പ്രവർത്തകന്മാരെ തല്ലുന്നത്. അതിന് നമുക്ക് തിരിച്ചു തല്ലണം, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളൊരു ഇന്ത്യക്കാരനെ അല്ല, അവർക്ക് നമ്മൾ തല്ലാന്നുണ്ടെങ്കിൽ നമുക്കും തിരിച്ചു തല്ലാം. അതിനിപ്പോ ഏത് നിയമമാണ് അതിന് ശിക്ഷിക്കാന്നുണ്ടെങ്കിൽ ഈ തല്ല് കൊള്ളാണ്ടി നല്ലത് ശിക്ഷ ഏറ്റെടുക്കുന്നതാണ്. അവരെ തല്ലി എന്നുള്ള ശിക്ഷ ഏറ്റെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എന്തോ ഭയങ്കര സങ്കടമായി. കാരണം വെച്ചാല് ഞാൻ ഇടണ്ടാന്ന് വിചാരിച്ച, പക്ഷെ എന്റെ ഉള്ളിൽ പറയാം ഇടണം. ഇപ്പൊ സംസാരിച്ചല്ലേ പിന്നെ എപ്പോ സംസാരിച്ചൊന്നും കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാമേ. ഇവിടെ ഇത് ദൈവത്തിന്റെ കേരള അല്ലേ? ഇവിടെ ദൈവത്തിന്റെ കേരള. ഇവിടെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒറ്റ മനുഷ്യൻ, അത്രേ ഉള്ളൂ. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ പിന്നെ ആരും ഒറ്റക്കെട്ടായി നിൽക്കുക? ചിലപ്പോ BJP-ക്കാരോ മറ്റുള്ള ആൾക്കാരോ വന്ന് തെറി വിളിക്കും, തലോടും ഒക്കെ ചെയ്യും. ഒക്കെ നടക്കട്ടെ. എല്ലാവരും ഈ പറഞ്ഞ പോലെ നമുക്കും ഇവിടെ ജീവിക്കണം. അവർക്ക് മാത്രമല്ല, നമുക്കും ഇവിടെ ജീവിക്കണം. നമ്മളും ഇവിടെ വളരും കേട്ടോ. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും മരിച്ച 20 പേർക്ക് ആ 20 പേർക്കും പോയി, അതേപോലെ തന്നെ ആ കുടുംബത്തിന് പോയെന്ന്. ഒരിക്കലും അല്ല. ആ 20 പേര് നമ്മുടെ ഉള്ളില് നമ്മളെ കൂടെ ജീവിക്കും, നമ്മുടെ ഓർമ്മകളായി അല്ലേ? ഈ നീറ്റ് എക്സാം എനിക്കതിനെ കുറിച്ച് എന്താന്ന് പോലും അറിയില്ല. കാരണം എനിക്കധികം പഠിപ്പില്ല, വിദ്യാഭ്യാസമല്ല. ഞാൻ 9ാം ക്ലാസ് ഒറ്റയാളും. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ എന്താ പറയാ, ശാരീരികമായും മാനസികമായും മൊത്തത്തിൽ ആ പിള്ളേര് തളർന്നിട്ട് അത് ബോധിപ്പിക്കാൻ വേണ്ടി പോയ പിള്ളേരെ ഈ BJP-ക്കാര് അങ്ങനെ അവര് ഈ കുട്ടികളെ എന്താ പറയാ, നാളെ മേലൊക്കെ നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ പോയി കിടന്നു കഴിഞ്ഞാൽ നമ്മളെ ആശ്വസിപ്പിക്കേണ്ട ഒരാളല്ലേ ഡോക്ടർ അല്ലേ? അവരെ തല്ലി തകർത്ത് കഴിഞ്ഞാല് ഈ പോലീസ് ഏമാമാര് എത്രത്തോളം തല്ലി തകർക്കും. ഇവരെ എന്താ പറയാ, ഒരു കാ അംശം ബറ്റാലിയന് പോലും പറ്റത്തില്ല ഈ പിള്ളേരെ നിയന്ത്രിക്കാനോ. ഇവന്മാരൊക്കെ കൂടി ഒറ്റയ്ക്ക് എന്താ പറയാ മൊത്തത്തിലൊന്ന് വന്നു കഴിഞ്ഞാൽ ഈ ബറ്റാലിയന്മാരൊക്കെ നിൽക്കുവോ? ഒരിക്കലും നിൽക്കില്ല. നമ്മൾ സപ്പോർട്ട് ചെയ്യുക, പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യുക. എന്താ പറയാ, നമുക്ക് നമ്മുടെ ഇന്ത്യ എപ്പോഴും ഇവിടെ വേണം. നമുക്ക് ഇനി ഇവിടെയും ജീവിക്കണം. ഇന്ത്യ ആരുടെയും ഒരുത്തന്നെ തന്ത്രമല്ല. നമ്മൾ ജീവിക്കണം, ജീവിച്ചേ പറ്റൂ. ഞാൻ സംസാരിക്കുന്നത് ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു മതത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ വേണ്ടിയതല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാ. നമ്മൾ മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരെ മനസ്സിലാവും, അല്ലാതെ മൃഗങ്ങൾക്ക് ഒരിക്കലും മനുഷ്യന്മാരെ മനസ്സിലാവില്ല. ഞാൻ ഒരു പാർട്ടിക്കും വേണ്ടി സംസാരിക്കണതല്ല, എനിക്കൊരു അങ്ങനെ ഒരു പാർട്ടിയും ഇല്ല. ഞാൻ മനുഷ്യന് വേണ്ടി സംസാരിക്കുന്നതാണ്. അതെന്റെ ഇതാണ്, എന്റെ വ്യക്തിത്വമാണ്, എന്റെ